നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നൊരു ചെറിയ ഡെസ്പൈറ്റ് ഇന്ന് 2 ദിവസത്തിന് ഈ ഡെസ്പൈറ്റ് ഇരിക്കാം. ഉടനെ എല്ലാവരും വിഷമിച്ചുകൊണ്ട് സ്വർണം 5000 രൂപയ്ക്ക് പോകുമോ ഇല്ല 7000 രൂപയ്ക്ക് പോകുമോ എന്ന് ചോദിക്കേണ്ട. ഇന്നലെ ട്രംപ് കുറച്ച് മാറ്റി പാട്ട് പാടി. ഇത് കാരണം ഗോൾഡ് ഒരു 275 രൂപ കുറഞ്ഞിരിക്കുന്നു. സോ ഇതിപ്പോൾ 9015 വന്നിരിക്കുന്നു. 22 and 4 ക്യാരക്ടർ 980 ഓഡിന് വന്നിട്ടുണ്ട്. ബട്ട് തിരിച്ചും ഇതുപോലെ വരും. അപ്പോൾ ഇത് 10 താണ്ടി പോകും. സോ 36 എന്ന ടാർഗറ്റ് നമുക്ക് ഫിക്സ്ഡ് വെയിറ്റ് ചെയ്യാം. ഇത് കാരണം തിരിച്ച് നമ്മൾ വിഷമിക്കേണ്ട. രണ്ടാമതായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭാഗവതർ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ട് RBIയിൽ ഇരിക്കുന്ന ഭാഗവതർ എങ്ങനെയെങ്കിലും ഡോളറിനെ അഗെയിൻസ്റ്റ് രൂപയിനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇതിനു വേണ്ടി ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ദുബായിൽ ഡോളറിനെ വിറ്റ് രൂപയിനെ വിറ്റ് ഡോളറിനെ ഷോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് നിറച്ച ദിവസം താങ്ങൂല. ഞാൻ ഇപ്പോൾ തന്നെ കൊങ്കു മണ്ഡലത്തിൽ നിന്ന് വരുന്നു. അതിൽ പള്ളിപ്പാളയം എന്ന സ്ഥലത്തിൽ നിന്ന് ഒരുപാട് പേര് വന്ന് എന്നെ നോക്കിയായിരുന്നു. തിരുപ്പൂരിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്ന് കണ്ടായിരുന്നു. അരൂരിലിരുന്നും ചില ആൾക്കാർ വന്ന് കണ്ടായിരുന്നു. എല്ലാവരും എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, സർ ചൈന പെട്ടെന്ന് എല്ലാത്തിൻ്റെ വിലയും കുറച്ച് സർ എന്ന്. അതേ സർ, ചൈന വിലയെ കുറയ്ക്കും. ഇപ്പം എന്തുകൊണ്ട് ചൈന വിലയെ കുറയ്ക്കും എന്നാൽ 20% അവിടെ വീണിട്ടുണ്ട്. ഇത് കാരണം തന്നെ അതിനെ വന്നിട്ട് വിലയിനെ കുറച്ച് ആ പ്രോഡക്റ്റിനെ ഇവനെ ഇറക്കുന്നു. ബംഗ്ലാദേശും പ്രോബ്ലമായിട്ട് തന്നെ ഇരിക്കുന്നത് സർ. അങ്ങനെ പറഞ്ഞു. നമ്മളെ രൂപയിനെ ഇങ്ങനെ നിർത്തി വച്ചാൽ ഇതിലുള്ള വലിയ മുതലാളികൾ സന്തോഷപ്പെടും. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ വ്യാപാരമൊക്കെ കാണാതെ പോകും. റീസെൻ്റാக ഒരാൾ വന്നിട്ട് ഷിറ്റ്സിപ്പ് എയറോസ്കാർ എന്ന ആൾ വിവേക് പോൾ എന്ന ആൾ ഒരു ഗ്രാഫ് ഇട്ടിട്ടുണ്ട്. അതിൽ GDPയിൽ എക്സ്പോർട്ട്സ് എത്ര വലുത് എന്ന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പീക്ക് വന്നിട്ട് ഒരു ബ്ലൂ ടർബൻ ഇട്ടുകൊണ്ട് ഒരു മുട്ടളായിട്ടുള്ള ആൾ ഒരാൾ കറങ്ങിക്കൊണ്ട് നടന്നു. ആ കാലത്തിൽ 16.9% GDP വന്ന് വെറും മെർച്ചൻഡൈസ് എക്സ്പോർട്ട് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗ്രാഫിൽ നോക്കിയാൽ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സച്ച് ആൻ എക്സ്റ്റെൻറ്റ് പോയ വർഷം എന്തായെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് എക്സ്പോർട്ട്സ് വെയർ ഹയർ ദാൻ മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ്. നിങ്ങൾ രൂപേണ അതിസ്ട്രോങ്ങാக വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പള്ളിപ്പാളയത്തിൽ നടക്കുന്നതും തിരുപ്പൂരിൽ നടക്കുന്നതും കരൂരിൽ നടക്കുന്നതും എല്ലാ ഇൻഡസ്ട്രിയിലും അതേസമയം എല്ലാ ഇടങ്ങളിലും നടക്കും. മുതലാളിമാരൊക്കെ ഹാപ്പിയായിരിക്കും. ചെറിയ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വളരെ കഷ്ടത്തിലിരിക്കും. ആൻഡ് വിരാൽ ആച്ചാർ പറയുന്നത് പോലെ മാർക്കറ്റ് നമുക്ക് നന്നോണം പാഠം പഠിപ്പിച്ച് തരും. അതുകൊണ്ട് അത് ഇന്ന് തന്നെയാ ഇല്ല നാളെയാ ഇല്ല 6 മാസം കഴിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല. 870 85-87 വരെ പോയി. ആ സമയം കൊണ്ട് ഇലക്ട്രോണിക് ആൾ എളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രൂപയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത്ര വലിയ നല്ലതല്ല. ചൈനക്കാരൊക്കെ വളരെ ഖുഷിയിലിരിക്കും. എന്തെന്ന് വെച്ചാൽ അവർ യാണി ഇന്ന് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പിള്ളയാറിൻ്റെ ചിലയിന് ഒരാളിൽ 2 ആൾ മണലിൽ ചെയ്യുന്നത് കാട്ടിലും മെയ്ഡ് ഇൻ ചൈന തരാമെന്ന് പറയുന്നു. സോ ഈ വിനായകരുടെ ചില ദെൻ ഈ ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം ചൈനയിൽ നിന്ന് വന്ന് നല്ല പ്രോഫിറ്റായിട്ട് ഇവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ഇവിടെ നിന്ന് എക്സ്പോർട്ടും കുറഞ്ഞു. നമ്മളെ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഈ സമയം ഈ രൂപ വന്നിട്ട് പ്രഷറിൽ വരും. ഈ രൂപ പ്രഷറിൽ വന്ന ഈ സ്വർണത്തിന് വളരെ ഇഷ്ടപ്പെടും. എന്തെന്ന് വെച്ചാൽ ഈ രൂപയിനെ വെച്ചുകൊണ്ട് ആരും സ്വർണം തരത്തില്ല. പച്ചക്കളർ നോട്ടിനെ നീട്ടിയാൽ മാത്രം തന്നെ സ്വർണം വാങ്ങാൻ പറ്റും. പച്ചനോട്ടിനെ കൊടുത്ത് വാങ്ങിയ ശേഷം തന്നെ ലാഭത്തിന് നിങ്ങൾ കടയ്ക്ക് വരുന്നു. അതുകൊണ്ട് ബി കെയർഫുൾ. ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറി സ്റ്റോക്ക് വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഘട്ടത്തിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറി മാത്രം ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നത് ബെറ്റർ. അതുപോലെ നിങ്ങളിപ്പോൾ ടൈറ്റൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പല ജോലി ഇരിക്കും. അതിലൊരു ജോലി തന്നെ ഗോൾഡ്. ടനീഷ്ക് എന്ന് പറയുന്നത് ഗോൾഡ്. പിന്നെ മിയാൻ എന്ന് പറയുന്ന ആൾ 16 ക്യാരക്ടർ ഗോൾഡ് കൊണ്ടുവന്നു. അതിൻ്റെ ശേഷം ഹൈ എൻഡെന്ന് ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. അതിനെപ്പോലെ ഈ വിലയെ നോക്കാതെ വാങ്ങാൻ ഒരു മോഡലും വെച്ചിട്ടുണ്ട്. സോ അവർക്ക് പ്രോബ്ലം വരത്തില്ല. മറ്റാൾക്കാർക്കൊക്കെ പ്രോബ്ലം വരാൻ നല്ല ഒരു ചാൻസ് ഇരിക്കുന്നു. ഇന്നലെ മുത്തൂട്ട് ഫിനാൻസ് ഡിവിഡൻഡ് 22 രൂപയോ 25 രൂപയോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ലോണിന് ഫ്യൂച്ചർ വളരെ നല്ല ഇരിക്കുന്നു. സ്പെഷ്യലി ഈ 2 ബാങ്ക് മുത്തൂട്ട് ഫിനാൻസ് ആൻഡ് മണപ്പുറത്തിന് 2 ദിവസം കൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചില്ലേ സാർ എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് കയറുന്ന സമയത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ജിയോ പോളിറ്റിക്സ് ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞു.
ഇന്ന് ബലൂൺ കാറ്റിനെ ഇറക്കിയിട്ടുണ്ട്. മാർക്കറ്റ് രാവിലെ 100 പോയിന്റ് പ്ലസിൽ തന്നെ ഓപ്പൺ ആയത്. 151 പോയിന്റ് പ്ലസിൽ ഇരുന്നു ബാങ്ക് നിഫ്റ്റി. അവിടെ നിന്ന് അത് കുറഞ്ഞ് -400 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. കുറച്ച് നേരം നിഫ്റ്റി നെഗറ്റീവിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ +30 പോയിന്റിൽ ഇരിക്കുന്നു. ഈവനിങ് എന്താകുമെന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും യൂട്യൂബിൽ കൊണ്ടാടിക്കൊണ്ടിരുന്നു ഇതുപോലെ ഇയാൾ തിരിച്ചു വന്നു എന്നു. അതായത് FIA. അത് കാരണം FIA ബൈങ് എന്ന് ഇട്ടിരുന്നു. ആ സമയം FIA എന്ത് ചെയ്തെന്ന് വെച്ചാൽ TCS, ഇൻഫോസിസ് ഇന്നും 5 IT സ്റ്റോക്കിനെ എടുത്ത് വെളിയിൽ വെച്ചായിരുന്നു. ഇത് ഇന്നും സെൽ ചെയ്യാം ഇൻഫോസിസിനെ വളരെ മോശമായിട്ട് അതറിയും. എന്തെന്ന് വെച്ചാൽ ഇതിൽ മാർക്കറ്റ് ഫ്ലോട്ടിംഗ് വന്നിട്ട് 28% തന്നെ ഇരിക്കും. ഇൻഫോസിസിൽ 85% ഫ്ലോട്ടിംഗ്. ഇത് കാരണം ഇൻഫോസിസിൽ ഇമ്പാക്റ്റ് വന്നിട്ട് കൂടുതലായിട്ടിരിക്കും. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വിച്ച് ഈസ് നോട്ട് വിത്തിൻ ദി പ്രൊമോട്ടർ. ഇത് ഇൻഫോസിസിൽ കൂടുതൽ ഇരിക്കുന്നു, TCSൽ വളരെ കുറവ്. ഓവറോളാന്ന് നോക്കിയാൽ എന്നിട്ട് ഇപ്പോൾ ഇവർ സെൽ ബട്ടണ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുതൂഹലമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ബാങ്ക് നിഫ്റ്റിയും അടി വാങ്ങിയ കാരണത്താൽ അത് വളരെ നഷ്ടത്തിൽ പോയി. നമ്മളെ HCLന് 8% പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഡിവിഡൻഡും കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം സ്റ്റോക്ക് 52 വീക്ക് ഹൈൻ്റെ അടുത്ത് പോയി. ബട്ട് തിരികെ സ്റ്റോക്ക് പ്രഷറിൽ വരും. എന്തെന്ന് വെച്ചാൽ ഈ ക്വാർട്ടറിലും റിസൾട്ട് നന്നായിരിക്കത്തില്ല. 18 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇൻഫാക്റ്റ് മാർക്കറ്റിൽ അപ്പായിരുന്നു ഈ സ്റ്റോക്ക്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് എന്ത് പറയുന്നു വെച്ചാൽ ആരോ എന്തോ പറഞ്ഞതിന് വേണ്ടി നമ്മളെ ബാങ്കിനെ എന്തിനാണ് അടിക്കുന്നു എന്ന്. അതുപോലെ കാരിയർ സ്റ്റോക്ക് എല്ലാം പറയുന്നത് ഞങ്ങൾ ഫോറൻസിക് ഓഡിറ്റിംഗ് കൊടുത്തില്ല. ഒരേ ഒരു പ്രോബ്ലം തന്നെ, അത് നമ്മൾ ഇത്ര ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞ സമയം കൊണ്ട് സ്റ്റോക്ക് കയറി 791 വരെ പോയി. ഇന്നലെ 710 വരെ താഴെ വീണു. നിങ്ങൾക്ക് ഹോക്കി എടുക്കാൻ ഒരു മാച്ച് കിട്ടി. ഹോക്കി എടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പൊ വിഷ്ണു എന്ത് പറയുന്നു വെച്ച് 605 കണ്ടു സാർ, ഇതൊക്കെ വളരെ അട്രാക്ട് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സൗത്ത് ഇന്ത്യൻ ബാങ്കും കർണാടക ബാങ്കും വാല്യൂവിൻ്റെ താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. നന്ന കൺസിഡർ ചെയ്താൽ അത് നിങ്ങൾക്ക് കൊള്ളാം. ഫ്ലിപ്കാർട്ട് വന്നിട്ട് $70 ബില്യൺ IPO 2025 എൻഡിൽ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. 70 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നോക്കിയാൽ 70 ബില്യൺ ഇൻറ്റു 85 അത് വന്നിട്ട് പല ലക്ഷം കോടി രൂപയ്ക്ക് പോകും. ഇന്ത്യയിൽ അത് വന്നു എങ്കിൽ ലിക്വിഡിറ്റിയെ മാർക്കറ്റ് ടെമ്പററി ആയിട്ട് ഡൗൺ ചെയ്യും. വാല്യുവേഷന് 5.5 ലക്ഷം കോടി, അവിടെ നിന്ന് 10 ലക്ഷം കോടി പോയാൽ തന്നെ ഡബിളാകും. അപ്പോൾ ഇന്ത്യ 4th ലാർജസ്റ്റ് വാല്യുബിൾ കമ്പനി ആകും. ടോപ്പ് 2 വന്നിട്ട് റിലയൻസ് ആൻഡ് TCS. അതിന് ശേഷം HDFC ബാങ്കിൻ്റെ വാല്യൂ വന്നതിന് ശേഷം കയറിയിരിക്കുന്നു. കാരണം ഈ സ്റ്റോക്ക് വന്നെങ്കിൽ മാർക്കറ്റിൽ എംപ്റ്റി ആകും. അതിന് ശേഷം എന്തെന്ന് വെച്ചാൽ ഈ ഫ്ലിപ്കാർട്ട് വന്നിട്ട് അംബാനിയുടെ റിലയൻസ് ജിയോ മാർട്ട്, ടാറ്റ ഗ്രൂപ്പ്, ആമസോൺ ഇവരൊപ്പം തന്നെ ഇവർ കോമ്പറ്റീഷൻ ഇടുന്നു. പക്ഷേ ഇവർക്ക് വാൾമാർട്ടിൻ്റെ ബാക്കിംഗ് ഇരിക്കുന്നു. ഇത് കാരണം ഇവരിപ്പോൾ സ്ട്രോങ് ആയിരിക്കുന്നു. മുത്തൂട്ട് ഫിൻകാർപ്പ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാങ്ക് ബസാറിൽ 1% വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ബാങ്ക് ബസാർ.com. അതിന് ശേഷം ഇത് ഓവറോളായിട്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് നോവൽ നോർഡിസ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഇരിക്കുന്നു. ഈ നോവൽ നോർഡിസ്ക് തന്നെ ഹ്യൂമൻ ഇൻസിഡൻസ് ഇടും. ഇത് ഇൻജെക്ടബിൾസിൽ വരും. അവർ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു എന്നും. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓസൺ പാക്കിന് ഞങ്ങൾക്ക് ആവശ്യമുള്ളവരേക്കും ഫാക്ടറീസ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഇന്ത്യൻ കമ്പനീസ് ലൂപ്പിൻ, റിസ് ലൈഫ് സയൻസസ് ആൻഡ് സൈഡസ്, കാഡിലാഗ് ഓപ്പർച്യൂണിറ്റി, കാഡിലാഗ് ഹെൽത്ത് കെയർ ഓപ്പർച്യൂണിറ്റി. ഇതിൽ വന്നിട്ട് കാഡിലാഗ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എലിഫ് ലൈഫ് സയൻസസ് വന്നിട്ട് വളരെ കോസ്റ്റ്ലി. ഇന്നൊരാൾ ആരെന്ന് വെച്ചാൽ ലൂപ്പിൻ ആ പ്രൊമോട്ടറിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഓവറോളാന്ന് നോക്കിയാൽ ഇതന്നെ ഫാർമയിലെ ന്യൂസ്. ഏത്ര എനർജി എന്ത് ചെയ്യുന്നത് വെച്ചാൽ IPO കൊണ്ടുവരാൻ പോകുന്നു. 2636 അവർ തകർത്തെറിഞ്ഞു. ഇത് ഈ മാസത്തിൽ വരാൻ പോകുന്ന IPO ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതിൽ വന്നിട്ട് ഓഫർ ഫോർ സെയിൽ അറ്റ് വാല്യൂ 1 മില്യണിന് 11 മില്യൺ ഷെയറാ മാറ്റിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഹീറോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീറോയിന് 45% സ്റ്റോക്ക് ഇരിക്കുന്നു. ഇതിൽ ഓവറോളായിട്ട് ഇന്ന് ഹീറോ ഇവരെ ക്രോസ് ചെയ്യേണ്ട ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എനിക്ക് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് കമ്പനി ഒന്നിരിക്കുന്നു. ഈ ഫേസിലിടേണ്ട പ്രോഡക്ട്സ് മിനിമലിസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മിനിമലിസ്റ്റ് എല്ലാം വാങ്ങി ഇതിനെ വെച്ചിട്ട് അവർ ഈ ഡിസ്ട്രിബ്യൂഷനെടുത്ത് കൊടുത്ത് വിൽക്കാൻ ട്രൈ ചെയ്യും. ഓവറോളായിട്ട് ഇന്ന് മാർക്കറ്റ് കുറച്ച് വീക്കായിരിക്കുന്നു. ഏറി ഓടിയാൽ കുറെ എത്ര ദിവസം ഓടും, എപ്പോൾ വേണമെങ്കിലും അത് പിടിച്ചെടുക്കാം. സ്വർണത്തിൻ്റെ വില ഇപ്പോൾ താഴൊന്നും പോകത്തില്ല. ഇന്നും ഇത് മുകളിൽ കയറുമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. എന്തെന്ന് വെച്ചാൽ ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് തീർത്തില്ല എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളൊപ്പം 4 ചാനലുണ്ട്. മണി മാത്തു എന്ന കന്നഡ ചാനലും മണി മാത്തലു എന്ന് പറഞ്ഞ തെലുഗു ചാനലുമുണ്ട്. ഫൈസ ബോൾത്ത ഹൈ എന്ന ഹിന്ദി ചാനലും. ഇഷ്ടപ്പെട്ടവർക്കും നിങ്ങളെ ബന്ധുക്കാര ഫ്രണ്ട്സിനും ഇതിനെ ഷെയർ ചെയ്ത് നോക്കാൻ പറയാം. നന്ദി, നമസ്കാരം.